അടുക്കളയിൽ ഒരു സ്കൂളിൽ ഇരിക്കുന്ന അച്ഛന് പാത്രത്തിൽ വിളമ്പി കൊടുക്കുവാണ് അനു. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുന്നില്ലെങ്കിലും പരസ്പരം മനസ്സിലാക്കി സഹകരിക്കുന്നത് കാണെ ആകാശ ചിരിയോടെ പുറത്തേക്ക് നടന്നു. മഹിമ, അവൾ കാരണം മാത്രമാണ് ഞാനിന്ന് ഇങ്ങനെ. ഞാൻ ഉണ്ടാക്കിയ പ്രശസ്തിയെല്ലാം ഒരു നിമിഷം കൊണ്ട് അവൾ ഇല്ലാതാക്കി. വെറുതെ വിടില്ല, അവളെ കൊല്ലും. അവളുടെ അനിയത്തിയെ ഇല്ലാതാക്കിയ പോലെ. കയ്യിലെ ബിയർ ഗ്ലാസ് വായിൽ കമിഴ്ത്തിക്കൊണ്ട് അയാൾ പറഞ്ഞു. കൂടെയുള്ളവരെല്ലാം എല്ലാം കേട്ടുകൊണ്ടിരുന്നു. ഇതേ സമയം വിവേകുമായി തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മഹിമ. ആരുമില്ലാതെ തനിക്ക് ഒരു കുടുംബത്തെ തിരിച്ചു കിട്ടിയ പോലെ തോന്നി അവൾക്ക്. മായയുടെ തോളിൽ ചാരിക്കൊണ്ട് നിറകണ്ണുകളോടെ തൻ്റെ കഴിഞ്ഞ കാലം പറയുമ്പോൾ എല്ലാം കേട്ട് ഒരു കൊച്ചു പെണ്ണും മറുപുറമുണ്ടായിരുന്നു. ഹൃദയത്തിനുള്ളിൽ വല്ലാത്ത വേദന തോന്നി അവൾക്ക്. വല്ലാതെ നോവുന്ന പോലെ. കുറച്ചൊക്കെ തനിക്കും അറിയാം. പക്ഷേ അതിന് ഇത്രത്തോളം വേദനയുണ്ടെന്ന് അവൾ മനസ്സിലാക്കുകയായിരുന്നു. എല്ലാവരുടെയും ആഗ്രഹപ്രകാരം കല്യാണം കഴിയുന്നത് വരെ നിന്നു. ഇനി പറ്റില്ല, പെട്ടെന്ന് പോകണം. കടയുടെ കാര്യങ്ങൾ കുറേയേറെ ശ്രദ്ധിക്കണം. ഇവയ്ക്ക് വേണ്ടിയാണ് ഇനി അത് അവളെ ഏൽപ്പിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് തൃപ്തി ലഭിക്കുന്നത്. ഇപ്പോൾ തന്നെ പോകണോ? മക്കളെല്ലാവരും പോയപ്പോൾ വല്ലാത്ത ഒറ്റപ്പെടൽ. രണ്ടുപേരും ഒരുമിച്ച് പോയപ്പോഴാണ് അവരുടെ സാന്നിധ്യം എത്രത്തോളം ഈ വീടിനെ സ്വാധീനിച്ചു എന്ന് മനസ്സിലാകുന്നത്. ഒന്ന് നിശ്വസിച്ചു കൊണ്ടവൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. മഹിമ തൻ്റെ ബാഗുകൾ എടുത്തുകൊണ്ട് സാധനങ്ങൾ എടുത്തു വയ്ക്കാൻ തുടങ്ങി. പോവാണോ? പുറത്ത് നിൽക്കുന്നവനോട് വന്നുകൊണ്ട് ആ കുഞ്ഞിപ്പെണ്ണ് ചോദിച്ചതും അവനൊന്ന് പിന്തിരിഞ്ഞു നോക്കിയതല്ലാതെ മറുപടി പറഞ്ഞിരുന്നില്ല. ഞാൻ പോവാ. എന്നോട് മിണ്ടാൻ താല്പര്യമില്ലാതെ തിരിഞ്ഞവനെ കാണെ തികട്ടി വന്ന സങ്കടം മറച്ചു വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. നീനു. അവളുടെ ഹൃദയത്തെ പിടിച്ചു കെട്ടിയ പോലെ അവൻ്റെ ശബ്ദം അവളിൽ വലയം തീർത്തു. കണ്ണുകളിലെ പതർച്ച മറയ്ക്കാതെ തന്നെ നോക്കി പുഞ്ചിരിക്കുന്നവനെ കാണെ അവളുടെ കണ്ണുകൾ വിടർന്നു വന്നിരുന്നു. എനിക്ക് നിന്റെ മനസ്സറിയാൻ കഴിയുന്നുണ്ട്. എന്നോടുള്ള സഹതാപമായിരിക്കാം ഒരുപക്ഷെ നിനക്ക് തോന്നിയ ഇഷ്ടം. നമ്മൾ തമ്മിൽ ഒരുപാട് വയസ്സിന് വ്യത്യാസമുണ്ട്. നിനക്ക് 15 വയസ്സ് മാത്രമേ ഉള്ളൂ. എനിക്ക് 26 വയസ്സുണ്ട്. ഇനി നിനക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞാലും എനിക്ക് കഴിയില്ല. എന്നെ ഓർക്കുകയോ മനസ്സിൽ സൂക്ഷിക്കുകയോ ഒന്നും വേണ്ട. എനിക്ക് പറ്റിയ ഒരാളെ കാണുമ്പോൾ ഞാൻ വിവാഹം കഴിക്കും. അവൻ്റെ ഓരോ വാക്കുകളും അവളുടെ ഹൃദയത്തെ വല്ലാതെ നോവിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരാളെ കണ്ടാൽ വിവേകേട്ടൻ വിവാഹം കഴിച്ചോളൂ. പക്ഷേ എന്നെ കൊണ്ട് പറ്റില്ല. പ്രായത്തിൻ്റെ ആണെന്ന് മാത്രം പറയരുത്. ഇവിടെ വന്നപ്പോഴാണ് ആദ്യം കാണുന്നതെങ്കിലും പലപ്പോഴും ചേച്ചിമാരിൽ നിന്നും ഞാൻ നിങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇഷ്ടം കൊണ്ട് മാത്രമാണ്, ഒരിക്കലും സഹതാപമല്ല. മറ്റൊന്നും പറയാനില്ലായിരുന്നു അവൾക്ക്. മഹിമ ബാഗുമായി വന്നതും അവർക്ക് പിറകെ എല്ലാവരും എത്തിയിരുന്നു. ഓരോരുത്തരോടും സ്നേഹത്തോടെ യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ അവൻ്റെ മിഴികൾ ഒരിക്കൽ പോലും അവളെ തേടി ചെന്നിരുന്നില്ല. ഹൃദയത്തിൽ നിറഞ്ഞ ഭാരം കൂടി വരുന്നത് മാത്രമേ ഉള്ളൂ ആ പെണ്ണിൽ. അവർ പോയതും നീനു അമ്മുവിനെ കൂട്ടി ഇവയുടെ അടുത്തേക്ക് ഇറങ്ങിയിരുന്നു. സജീവനെ നോക്കാനുള്ള മടി കൊണ്ട് അടുക്കളയിൽ തന്നെ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കുകയാണിവ. ആരുമില്ലെന്നറിയാമെങ്കിലും അവനോട് അങ്ങോട്ട് ചെന്ന് സംസാരിക്കാൻ വല്ലാത്ത പരവേശം തോന്നിപ്പോയിരുന്നു അവൾക്ക്. ചായ കുടിച്ചതിന് ശേഷം അവനും ഇങ്ങോട്ട് വന്നിട്ടില്ലെന്ന് അവളും ഓർത്തു. പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കിയതും കണ്ടിരുന്നു തലയിൽ തോർത്തു ചുറ്റിക്കെട്ടി പറമ്പിൽ കിളയ്ക്കുന്നവനെ. ചുളിഞ്ഞ നെറ്റിയോടെ അവനടുത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവളുടെ സാന്നിധ്യം അറിഞ്ഞ് അവനും ഒന്ന് തിരിഞ്ഞു നോക്കി. എന്താ? പിന്നിൽ നിൽക്കുന്നവളോട് തിരിക്കിയതും അവളുടെ മുഖം കൂർത്തു. അതെന്താ? എനിക്ക് വന്ന് നോക്കിക്കൂടെ? അല്ല, രാവിലെ മുതൽ മുന്നിൽ വരാതെ അടുക്കളയിൽ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ പിന്നെ ഞാൻ കരുതി നീ ഇന്ന് അതിനുള്ളിൽ നിന്നും ഇറങ്ങുന്നില്ലെന്ന്. ഇറങ്ങണ്ടാന്ന് തന്നെയാണ് കരുതിയേ. പക്ഷേ എന്ത് ചെയ്യാനാ? ഒരാളെ കാണാൻ തോന്നി, അപ്പോൾ ഞാൻ ഇറങ്ങിയതാ. അതാരാ അങ്ങനെയൊരാൾ? ചേച്ചി. സംസാരത്തിനിടെ നീനുവിൻ്റെ ശബ്ദം കേട്ടതും സജീവനെ പുച്ഛിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു. നീനു, അമ്മു, നിങ്ങൾ എപ്പോൾ വന്നു? വന്നേ ഉള്ളൂ. ചേച്ചിയെ കണ്ടില്ല. പിന്നെ ഈ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ സംസാരം കേട്ടു. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് പോന്നു. വാ ചേച്ചി, കഴിക്കാനെടുക്കാം. നന്ദു വന്നില്ലേ നിങ്ങളുടെ കൂടെ? അവൻ എഴുന്നേറ്റില്ല ചേച്ചി. പിന്നെ മഹിമേച്ചിയും വിവേകേട്ടനും പോയി. രാവിലെ തന്നെ ഇറങ്ങി. അവർ പോയതിന് ശേഷമാണ് ഞങ്ങൾ വന്നേ. പോയോ? എന്നോടൊന്നും പറഞ്ഞില്ല. അനുവേച്ചി വന്നിട്ട് നിങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ അമ്മയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ വാ, കഴിക്കാം. ഞങ്ങൾ കഴിച്ചിട്ടാ വന്നത്. രാവിലെ ഇങ്ങോട്ട് വരണമെന്ന് ഇവൾക്ക് ഒരേ വാശി. നീനുവിനെ ചൂണ്ടി അമ്മു പറഞ്ഞതും ഇവ നീനുവിനെ ചിരിയോടെ ചേർത്ത് പിടിച്ചു. തൻ്റെ കുഞ്ഞനുജത്തിയെ പിരിഞ്ഞിരിക്കുന്നതിൽ അവൾക്ക് വിഷമമുണ്ടായിരുന്നു. നിങ്ങളിരിക്കെ. ഇവ, ഞാനൊന്ന് പുറത്തു പോയി വരാം. അവരോട് പറഞ്ഞുകൊണ്ട് സജീവ് പുറത്തേക്കിറങ്ങിയിരുന്നു.
ഞാൻ ആകാശേട്ടൻ്റെ കൂടെ കമ്പനിയിൽ പോയിക്കോട്ടെ? പുറത്തേക്കിറങ്ങുന്ന അച്ഛനോട് ചോദിക്കുമ്പോൾ അയാൾ അവളെ സസൂക്ഷ്മം നോക്കിയിരുന്നു. കഴിക്കുമ്പോൾ പോലും മിണ്ടാതെ നിന്നവൾ ഇപ്പോൾ തന്നോട് തന്നെയാണോ ചോദിക്കുന്നതെന്ന പോലെ അയാൾ സംശയത്തോടെ തൻ്റെ പിന്നിലേക്ക് നോക്കി. അയാൾ നോക്കുന്നത് കണ്ട് അനു ഒന്ന് പുഞ്ചിരിച്ചു. എന്നോടാരും പ്രത്യേകിച്ചൊന്നും ചോദിക്കണമെന്നില്ല. ആർക്ക് വേണമെങ്കിലും എവിടെയും പോകാൻ തടസ്സമൊന്നും ഇവിടെയില്ല. അവളുടെ മുഖത്തേക്ക് നോക്കാതെ ആരോടോ എന്ന പോൽ അറിഞ്ഞുകൊണ്ട് അയാൾ നടന്നകന്നു. അനു അച്ഛൻ പോകുന്നത് ചെറിയൊരു വിഷമത്തോടെ നോക്കി നിന്നു. തന്നോടിപ്പോഴും ഇഷ്ടക്കേടുണ്ടെന്നുള്ളത് അവളിൽ വലിയ നോവ് തന്നെയായിരുന്നു. ിൽ തൻ്റെ മുറിയിലേക്ക് കയറിക്കൊണ്ട് ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പെടുക്കുമ്പോൾ ആയിരുന്നു ആകാശ് അകത്തേക്ക് വന്നത്. തലേ രാത്രിയിലെ ദേഷ്യം കാരണം അവനെ കണ്ട ഭാവം പോലും കാണിക്കാതെ അവൾ കബോർഡിൽ തൻ്റെ ഡ്രസ്സ് പരതി. കയ്യിൽ തടഞ്ഞ കറുപ്പു നിറത്തിലുള്ള ചുരിദാർ എടുത്തുകൊണ്ട് പിന്തിരിഞ്ഞതും ഒരുവൻ തൊട്ടുമുന്നിലെത്തിയിരുന്നു. എന്താ അനു നിന്റെ പ്രശ്നം? എന്ത്? അവൻ്റെ നോട്ടത്തിലും ചോദ്യത്തിലും ഒന്ന് പരിങ്ങിപ്പോയിരുന്നു അവൾ. രാവിലെ മുതലേ ഞാൻ കാണുന്നുണ്ട്, എന്നോടൊരു പരിഭവം പോലെ. അത് പിന്നെ ഇന്നലെ കുടിച്ചു വന്നതുകൊണ്ടല്ലേ? ശരിക്കും മനഃപൂർവ്വമല്ലടി, മഹിയും സണ്ണിയും നിർബന്ധിച്ചിട്ടാ. സോറി, നമ്മുടെ നല്ല നിമിഷം ഞാനായി ഇല്ലാണ്ടാക്കിയതിന്. കണ്ണിലെ ഭാവം മാറിക്കൊണ്ട് അവൻ പറഞ്ഞതും അവളിലും പരവേശം നിറഞ്ഞിരുന്നു. അനുവിൻ്റെ തോളിലൂടെ കൈ ചുറ്റിക്കൊണ്ട് അവളെ അവൻ നെഞ്ചോട് ചേർത്തിരുന്നു. ശരി, നീ റെഡിയായി വാ, ഞാൻ താഴെ ഉണ്ടാകും. ഒരുങ്ങിയിറങ്ങുമ്പോൾ ഇരുവരും അത്രയും സന്തോഷത്തിലായിരുന്നു. കാറിൽ പോകുമ്പോൾ കമ്പനിയിലേക്ക് പോകുന്നതിന് പകരം തൻ്റെ വീട്ടിലേക്കുള്ള വഴി കയറിയതറിയെ അവൾ വിടർന്ന മിഴികളോടെ അവനെ നോക്കി. സജീവേട്ടനല്ലേ അത്? കയ്യിൽ കവറുമായി നടന്നു പോകുന്നവനെ ചൂണ്ടി അനു പറഞ്ഞതും ആകാശ് സജീവനടുത്തായി കാർ ഒതുക്കി നിർത്തിയിരുന്നു. നിങ്ങളായിരുന്നോ? വീട്ടിലേക്ക് ഇറങ്ങിയതാണോ? അതെ, സജീവേട്ടൻ കയറ്, നമുക്ക് ഇവയെയും കൂട്ടി ഒരുമിച്ച് വീട്ടിൽ പോകാം. വീട്ടിൽ അമ്മുവും നീനും ഉണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം. ആകാശ് എന്താ ഒന്നും പറയാത്തെ? ഞാൻ പറയേണ്ടത് തന്നെയാണ് ഇവൾ പറയുന്നത്. സജീവ് കയറ്, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം. ആകാശ് കൂടെ പറഞ്ഞതും സജീവ് കാറിൽ കയറിയിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചു പോകാനായി തയ്യാറായി ഇരിക്കുകയായിരുന്നു ഇരുവരും. ചേച്ചിക്ക് എന്ത് പറ്റി? മുഖത്ത് തെളിച്ചില്ലല്ലോ. ഇല്ല, തോറ്റുമടങ്ങുന്നത് പോലെയുണ്ട്. നീതിക്കും നിയമത്തിനും അയാളെ വിട്ടു നൽകിയതെല്ലാം വെറുതെ ആയിപ്പോയി എന്ന് തോന്നുന്നു. പുറത്ത് സുഖമായി ഉണ്ടാകും അവൻ. ചിലപ്പോഴൊക്കെ നിയമം ഇങ്ങനെയാണ് ചേച്ചി. വിവി, ഞാൻ കുറച്ച് വെള്ളം വാങ്ങി വരാം, നീ ഇവിടെ ഇരിക്കെ. ഞാൻ പോകണോ ചേച്ചി? വേണ്ടടാ. അവൻ്റെ കയ്യിൽ ബാഗ് ഏൽപ്പിച്ചുകൊണ്ട് കയ്യിൽ കിട്ടിയ 20 രൂപയും എടുത്ത് മഹിമ എഴുന്നേറ്റ് നടന്നു. വെള്ളം വാങ്ങാനായി ഒരു കടയ്ക്ക് മുന്നിൽ ചെന്ന് നിന്നു. ഒരു കുപ്പി വെള്ളം. വെള്ളം ചോദിച്ചുകൊണ്ട് അവൾ കയ്യിലിരുന്ന 20 രൂപ കൊടുത്തു. സമയം നീങ്ങി. പോകാനുള്ള ട്രെയിൻ വന്നിട്ടും മഹിമയെ കാണാതെ വന്നതും വിവി തിരുക്കിക്കൊണ്ട് സ്റ്റേഷനിലൂടെ നടന്നു. ട്രെയിൻ പോയി തുടങ്ങിയിട്ട് കൂടി വരാത്തതറിയെ അവൻ്റെ ഉള്ളിൽ വല്ലാത്ത ഭയം നിറഞ്ഞിരുന്നു. അവൻ ഫോൺ എടുത്തുകൊണ്ട് മഹിയുടെ നമ്പറിലേക്ക് വിളിച്ചു. വിവി കാര്യങ്ങളെല്ലാം മഹിയോട് പറയുമ്പോൾ അവനിലും ചെറിയ ഭയം തോന്നി. വിവേക് ധൃതിയോടെ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്കിറങ്ങി. ടാക്സിയൊന്നും കാണാതെ വന്നതും അവൻ ടെൻഷനോടെ നിന്നു. ഇയാൾ എങ്ങോട്ടാ? പറ്റുമെങ്കിൽ എന്നെ കൂടി അടുത്ത ബസ് സ്റ്റാൻഡ് വരെ ആക്കാമോ? ഒരു പയ്യൻ കാറെടുത്ത് പോകാൻ നിൽക്കുന്നത് കാണെ വിവേക് അവനോട് സഹായം ചോദിച്ചു. ഭയത്തോടെയും ധൃതിയോടെയുമുള്ള വിവേകിൻ്റെ സംസാരം കാണെ അവൻ സമ്മതത്തോടെ തലയനക്കി. മഹി വിളിച്ചിരുന്നു. മഹിമേച്ചിയെ കാണാനില്ലെന്ന് പറഞ്ഞ് അവനെ വിവേക് വിളിച്ചിരുന്നുത്രേ. എല്ലാവരും കൂടി വീട്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴായിരുന്നു ആകാശ് അത് പറഞ്ഞത്. ഒരു നിമിഷം എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയിരുന്നു. ഈശ്വര, ചേച്ചി! ഇവ ഭയത്തോടെ അനുവിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. നിങ്ങൾ പേടിക്കാതെ. അനു, നിങ്ങൾ ഇവരെയും കൂട്ടി വീട്ടിലേക്ക് പോയിക്കോ. ഞാനും സജീവും ഒന്ന് അന്വേഷിച്ചു നോക്കട്ടെ. പുറത്തേക്ക് ധൃതിയിൽ ഇറങ്ങി കാറിൽ കയറി പോയിരുന്നു അവർ. ആകാശ്, നീ ആ ഫോണിങ്ങെത്താ. വിവിയെ ഒന്ന് വിളിച്ചു നോക്കാം. അവൻ എവിടെയാണെന്നറിഞ്ഞാൽ അവനെ കൂടി നമുക്ക് കൂട്ടാം. സജീവ് പറഞ്ഞതും ആകാശ് ഫോണെടുത്ത് നൽകിയിരുന്നു. ഹലോ വിവേക്, ഇത് സജീവാണ്. നീ എവിടെയാ? ഞാൻ ഇവിടുന്ന് ഒരു പയ്യൻ്റെ കൂടെ കാറിൽ വന്നുകൊണ്ടിരിക്കുവാ. നിങ്ങളോ? ഇവിടെ ടൗണിൽ നിൽക്കാം ഞാൻ. നിങ്ങൾക്ക് എവിടെയാ പോവേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ആക്കിത്തരാം. ഫോണിലൂടെയുള്ള വിവേകിൻ്റെ സംസാരം കേൾക്കെ ഡ്രൈവ് ചെയ്യുന്നവൻ പറഞ്ഞിരുന്നു. വിവേക് അവനെയൊന്ന് നോക്കിക്കൊണ്ട് മഹിയുടെ വീട് പറഞ്ഞു കൊടുത്തു. എന്താ പ്രശ്നം? കണ്ടിട്ട് നല്ല ടെൻഷനുള്ള പോലെ. എൻ്റെ ചേച്ചിയെ കാണുന്നില്ല. ഒരുമിച്ചായിരുന്നു ഞങ്ങൾ. ചേച്ചി വെള്ളം വാങ്ങി വരാമെന്ന് പറഞ്ഞു പോയതാ. അല്പസമയം കൊണ്ട് തന്നെ അവർ മഹിയുടെ വീട്ടിലെത്തിയിരുന്നു. വല്ലാത്തൊരു ധൃതിയോടെ ഇറങ്ങുമ്പോൾ കാറിലുള്ളവനെ വിവേക് പാടെ മറന്നിരുന്നു. വിവേക് പോയതിന് പുറകെ അവനും കാറിൽ നിന്നും ഇറങ്ങി. വിവേകിനരികിൽ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ താൻ കാണാൻ വന്നവൻ്റെ മുഖം കണ്ടതും അവൻ അത്ഭുതത്തോടെ അവർക്കടുത്തേക്ക് നടന്നു. സജീവേട്ടാ! ഉറക്കെയുള്ള വിളിയിൽ അവൻ മുഖമുയർത്തി നോക്കി. ഹാഷി, നീയോ?
സജീവ് അത്ഭുതത്തോടെ അവനെ നോക്കി. ഹാഷിയും അവരോടൊപ്പം കൂടിയിരുന്നു. കാര്യങ്ങളെല്ലാം ചുരുക്കി അവനോട് സജീവ് പറഞ്ഞിരുന്നു. ആ വലിയ വീടിന് മുന്നിൽ ചെന്നിറങ്ങുമ്പോൾ മഹിമയുടെ ലക്ഷ്യം അയാളുടെ ജീവൻ എടുക്കണം എന്ന് മാത്രമായിരുന്നു. തുറന്നു കിടക്കുന്ന വാതിലിലൂടെ അകത്തേക്ക് നടന്നതും കണ്ടിരുന്നു ടേബിളിൽ തലചായ്ച്ച് കിടക്കുന്ന ആളെ. ശബ്ദമുണ്ടാക്കാതെ നടന്ന് അയാൾക്കരികിൽ എത്തിയതും കത്തി എടുത്തുയർത്തി അവൾ. എന്നാൽ അയാൾക്ക് മുന്നിൽ ടേബിളിൽ വീണ് കിടക്കുന്ന ഗ്ലാസുകളും പത്രങ്ങളും കാണെ അവൾ അയാളെ ഒന്ന് തട്ടി. അനക്കം കാണാതെ വന്നതും അയാളെ തല പിടിച്ചുയർത്തിയിരുന്നു. വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം ഒലിച്ച് മരിച്ചു കിടക്കുന്ന ആളെ കണ്ടതും അവളൊന്ന് പിന്നിലേക്ക് വേച്ചു പോയിരുന്നു. വല്ലാത്ത ഭയത്തോടെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും സണ്ണി അകത്തേക്ക് കയറി വന്നിരുന്നു. അവളൊന്ന് ഭയന്നെങ്കിലും സണ്ണിയെ കണ്ട് ആശ്വാസത്തോടെ അവനോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മഹി വിളിച്ചിരുന്നു. ചേച്ചിയെ കാണാനില്ലെന്ന് വിവേക് വിളിച്ച് പറഞ്ഞപ്പോൾ ആദ്യമേ അവൻ എന്നോട് പറഞ്ഞത് ഇങ്ങോട്ട് വന്ന് നോക്കാൻ വേണ്ടിയാ. തൽക്കാലം ചേച്ചി പുറത്തേക്ക് ഇറങ്ങി നിൽക്ക്, ഞാൻ മഹിയെ ഒന്ന് വിളിക്കട്ടെ. മഹിക്ക് വിളിച്ച് സണ്ണി കാര്യങ്ങൾ പറഞ്ഞതും എല്ലാവരും പെട്ടെന്ന് തന്നെ അങ്ങോട്ടെത്തിയിരുന്നു. അപ്പോൾ ചേച്ചി വരുന്നതിന് മുന്നേ ആരോ ഇവിടെ വന്നിട്ടുണ്ട്. മഹി അകത്തേക്ക് കയറി സൂക്ഷ്മതയോടെ ഓരോന്നും നോക്കി. അയാളിൽ ഒരു തരി സഹതാപം പോലും അവന് തോന്നിയിരുന്നില്ല. ടേബിളിൽ നിരത്തി വെച്ചിരിക്കുന്ന ഭക്ഷണം കണ്ടതും മഹി നെറ്റിച്ചുളിച്ചു പോയിരുന്നു. മനസ്സിൽ കുടുങ്ങിയ സംശയത്തോടെ മറ്റാരോടും ഒന്നും പറയാതെ അവൻ ധൃതിയോടെ ഇറങ്ങി. ഇവനെന്താ ഒന്നും പറയാതെ പോയത്? പെട്ടെന്ന് പോയ മഹിയെ നോക്കി അവർ പരസ്പരം ചോദിച്ചു. മഹി നേരെ കയറി ചെന്നത് തൻ്റെ വീട്ടിലേക്കായിരുന്നു. നീ വന്നോ? ഇരിക്കെ, കഴിക്കാനെടുക്കാം. അവൻ വന്നത് കണ്ട് അതും പറഞ്ഞുകൊണ്ട് അമ്മ അടുക്കളയിലേക്ക് നടന്നു. അമ്മേ! അമ്മയ്ക്ക് പിറകിൽ പോയി അവൻ പതിഞ്ഞു വിളിച്ചു. അമ്മ, എന്നോട് കള്ളം പറയരുത്, എനിക്കൊരു കാര്യം അറിയണം. അമ്മയെ തൻ്റെ നേരേക്ക് തിരിച്ചു നിർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു. അമ്മ ഇന്ന് അയാളെ കാണാൻ പോയിരുന്നോ? മഹിയുടെ ചോദ്യത്തിൽ ആ അമ്മ നേർന്ന ഒരു പുഞ്ചിരി നൽകി. ആ അമ്മയുടെ മനസ്സ് കുറച്ച് മണിക്കൂർ മുന്നേയുള്ള കാര്യങ്ങളിലേക്ക് കുതിച്ചു. രാവിലെ പുറത്തു പോകണമെന്ന് മഹിയോട് പറഞ്ഞിരുന്നു. അത്യാവശ്യമുണ്ടാക്കിയ ഭക്ഷണങ്ങളിൽ നിന്നും കുറച്ചെടുത്തുകൊണ്ട് അവരത് തൻ്റെ ഭർത്താവിനെ കാണാനായി നടന്നു. ഈ വിഷമത്തിൽ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതായിരുന്നു. പക്ഷേ വീണ്ടും തിരിച്ചു വന്നത് എൻ്റെ മകന് വേണ്ടിയാണ്. അവനു വേണ്ടി ഈ വീട് എഴുതി വെക്കാമെന്ന് അയാൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് വന്നത്. ബെല്ലടിക്കുമ്പോൾ ഒരുപാട് സ്വപ്നമായിരുന്നു ആ അമ്മയിൽ. വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന തൻ്റെ ഭാര്യയെ കാണെ അയാളൊന്ന് പരിഹസിച്ച് ചിരിച്ചു. പറഞ്ഞ കാര്യം പെട്ടെന്ന് വേണം, എനിക്ക് പോകണം. പോകാം, അതിനു മുന്നേ എനിക്ക് കഴിക്കാനെടുക്ക്. നിന്റെ കൈകൊണ്ട് ഇന്ന് എനിക്ക് ഭക്ഷണം വേണം. എല്ലാം കളഞ്ഞ് ഞാൻ ഇവിടെ നിന്നും പോകുമ്പോൾ ഓർക്കാൻ ഒരു സുഖമുള്ള ഓർമ്മ, അത്രമാത്രം. തൻ്റെ ഭാര്യയെ കബളിപ്പിച്ചുകൊണ്ട് അയാൾ പറഞ്ഞതും ഒന്നും മനസ്സിലാവാതെ അവർ അടുക്കളയിലേക്ക് നടന്നിരുന്നു. അടുക്കളയിൽ നിന്നും കഴിക്കാനുള്ള ഭക്ഷണവുമായി വരുമ്പോഴാണ് അയാളുടെ വാക്കുകൾ കാതിൽ പതിയുന്നത്. സ്വത്തുക്കൾ പോയിട്ട് ഒന്നും കൊടുക്കില്ല. ഈ ഉള്ളതൊന്നും എൻ്റെ പേരിലല്ല, അവളുടെ പേരിലാ. അത് എൻ്റെ പേരിലേക്ക് മാറ്റണം. പിന്നെ മഹിമ, അവളെ തീർക്കാൻ ഞാൻ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് വിളിച്ചു പറഞ്ഞാൽ അപ്പോൾ തീർക്കും. തൻ്റെ ഭർത്താവ് ചതിച്ച് വരുത്തിയതാണെന്നോർക്കെ അവരിൽ അയാളോട് വല്ലാത്ത വൈരാഗ്യം തോന്നി. തിരിച്ച് അടുക്കളയിലേക്ക് തന്നെ നടന്നു. എടുത്തു വെച്ചിരുന്ന വിഷക്കുപ്പി എടുത്തുകൊണ്ട് ചോറിൽ ഒഴിച്ചിരുന്നു. അയാളെ കൊല്ലണമെന്ന് വിചാരിച്ചിരുന്നു. അത് ഒപ്പിട്ടതിന് ശേഷമായിരിക്കുമെന്നും. പക്ഷേ നേരത്തെ പോകണം. ശേഷം ചോറ് മേശയിൽ കൊണ്ടുവച്ചതും അയാൾ കഴിച്ചിരുന്നു. അല്പസമയം കൊണ്ട് തന്നെ അയാൾ രക്തം വന്നുകൊണ്ട് ബോധം മറഞ്ഞു വീണിരുന്നു. അപ്പോൾ തന്നെ പ്രഭ തിരികെ വന്നിരുന്നു. മഹി അമ്മയെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവർ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അയാൾ ഇനിയും ജീവിച്ചിരുന്നാൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയന്നു പോയി മോനെ. ആ അമ്മയുടെ കരച്ചിൽ കേൾക്കെ മഹിയുടെ ഹൃദയം വല്ലാതെ പിടഞ്ഞുപോയി. അയാൾ അർഹിക്കുന്നതാണ്, പക്ഷേ അതിൻ്റെ അവകാശി മറ്റൊരാളായിരുന്നു. പോലീസിനെ അറിയിക്കാതെ തന്നെയാണ് അവർ ഓരോ നീക്കവും നടത്തിയിരുന്നത്. പ്രശസ്തനായ വക്കീൽ. അയാളുടെ മരണവാർത്ത നാടറിയാൻ നിമിഷനേരം മാത്രം വേണ്ടി വന്നിരുന്നുള്ളൂ. പക്ഷേ പുറത്തറിഞ്ഞത് ആത്മഹത്യയാണെന്നാണ്. കുടുംബവും പ്രശസ്തിയും നഷ്ടപ്പെട്ട ഒരാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാത്തവരായി ആരും ഉണ്ടാകില്ല. മഹി, എല്ലാം കഴിഞ്ഞില്ലേ? ഇനി എന്താ നിന്റെ പ്ലാൻ? തിരിച്ച് ആ വീട്ടിലേക്ക് പോകുമോ നീ? ഇല്ല ആകാശ്, അവിടേക്കൊരു തിരിച്ചുപോക്ക് ഇനിയില്ല. അതെല്ലാം മറ്റുള്ളവരുടെ കണ്ണുനീരിൽ കെട്ടിപ്പടുത്തതാണ്. എല്ലാം വിറ്റ് വല്ല ഓർഫനേജിനും കൊടുക്കാം. റൂമിലായിരുന്നു പ്രഭ. ഭർത്താവിനെ സ്വന്തം കൈകൾ കൊണ്ട് തന്നെ കൊല്ലേണ്ടി വന്നതിലുള്ള ബുദ്ധിമുട്ട് അവരിൽ നിന്നിരുന്നു. തനിക്കടുത്ത് ഇരുന്നു കൊണ്ട് ആരോ വിളിച്ചതും ഒരു നിമിഷം ചിന്തകളിൽ നിന്നും ഒന്ന് ഞെട്ടിക്കൊണ്ട് അവർ നോക്കി. മഹിമയെ കണ്ടതും അവരൊന്ന് നെറ്റി ചുളിച്ചു. തന്നെ കാണാൻ വന്നത് എന്തിനു വേണ്ടിയാകുമെന്ന് അവർ ചിന്തിച്ചു. ഇത്രയും പെട്ടെന്ന് നിങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല. അവരുടെ മുഖത്തേക്ക് നോക്കാതെ മറ്റെങ്ങോ നോക്കി പറയുന്നവളെ മുഖത്തേക്ക് ഇമ വെട്ടാതെ നോക്കിയിരുന്നു അവർ. ഞാനും വിചാരിച്ചിരുന്നതല്ല.
അയാളുടെ അവസാനം എൻ്റെ കൈകൾ കൊണ്ടാകുമെന്ന്. മഹിമയെ തന്നെ നോക്കിക്കൊണ്ട് പറയുമ്പോൾ അവരുടെ സ്വരം ഉറച്ചതായിരുന്നു. ഈ ശിക്ഷ അയാൾക്ക് കുറഞ്ഞുപോയി. നരകതുല്യം ജീവിക്കണമായിരുന്നു. ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനില്ലാതെ ജീവച്ഛവമായി. ഉള്ളിലെ അമർഷം പുറത്തേക്ക് വന്നിരുന്നു. മറ്റൊന്നും പറയാതെ ആ റൂമിൽ നിന്നും ഇറങ്ങുന്നവളെ അവർ നോക്കി നിന്നുപോയി. ശരിയാണ്, കുറഞ്ഞുപോയി. തന്നോട് തന്നെ പറഞ്ഞുകൊണ്ട് അവർ മിഴികൾ ഇറുക്കെ അടച്ചു. പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങിയതും സജീവിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിരുന്നു എല്ലാവരും. ഹാഷിയുടെ കാറിലായിരുന്നു. വീട്ടിലെത്തിയതും സജീവ് പെട്ടെന്ന് തന്നെ ഇറങ്ങി വീടിനകത്തേക്ക് കയറി. അവന് പിന്നിൽ ഓരോരുത്തരായി ആ കൊച്ചു വീട്ടിലേക്ക് കയറിയിരുന്നു. അകത്ത് ടെൻഷനോടെ ഇരിക്കുന്നവരെ കണ്ട് സജീവിൻ്റെ നെറ്റി ചുളിഞ്ഞു. നിങ്ങൾ എപ്പോൾ വന്നു? വീട്ടിലാക്കിയതായിരുന്നല്ലോ. 4 പേരോടുമായി ചോദിക്കുമ്പോൾ ഇവ അവനെ ദേഷ്യത്തോടെ നോക്കി. എന്തായനു? വീട്ടിലിരുന്നപ്പോൾ ആകാശേട്ടൻ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിരുന്നു. അച്ഛനും അമ്മയും ഒന്നും വീട്ടിലില്ല. പിന്നെ നന്ദു ഞങ്ങളെ ഇങ്ങോട്ടാക്കിയത്. അവനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോയതാ. ശബ്ദം താഴ്ത്തി സജീവനോട് പറയുമ്പോൾ അവനൊന്ന് മൂളിയിരുന്നു. മഹിമയെ ഇവ വല്ലാത്തൊരു വിഷമത്തോടെ നോക്കി. അവരുടെ അടുത്തേക്ക് പോയി അവരെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ തൻ്റെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ മഹിമയ്ക്ക് തോന്നിയിരുന്നു. ഇപ്പോൾ എല്ലാം കഴിഞ്ഞില്ലേ? ഇനി ഇവിടെ ഞങ്ങളുടെ കൂടെ നിൽക്കാം. ഇനി എങ്ങോട്ടും പോകണ്ട. കണ്ണുനീർ തുടച്ചുകൊണ്ട് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പറയുന്നവളെ മഹിമ നോക്കി നിന്ന് പോയിരുന്നു. ഒരു ചെറുചിരിയോടെ അവളുടെ തോളിൽ തട്ടിയിരുന്നു മഹിമ. പോകില്ല. ഇവിടെ എവിടെയെങ്കിലും ഒരു വീട് കിട്ടുമോ എന്ന് നോക്കണം. ഇനി എനിക്ക് ജീവിക്കണം. വിവേക് അവൻ്റെ വീട്ടുകാരെ കാണാനാണ് പോകുന്നത്. തിരിച്ചു വരും. ചേച്ചിയെ ഇവൻ തനിച്ചാക്കില്ല. ഇവയോട് പറഞ്ഞുകൊണ്ട് അവൻ തെളിമയോടെ ചിരിച്ചു. ഇതിനിടയിൽ വിവേക് തന്നിൽ മാത്രം പതിഞ്ഞ മിഴികൾ കണ്ടിരുന്നെങ്കിലും അവൻ വെറുതെ പോലും ആ കൊച്ചു പെണ്ണിനെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. വെറുതെ പോലും തന്നിൽ നിന്നൊരു പ്രതീക്ഷ നൽകാൻ അവൻ ഉദ്ദേശിച്ചിരുന്നില്ല. ദിവസങ്ങൾ കൊഴിഞ്ഞു. പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങി. സന്തോഷങ്ങൾ മാത്രം. ആകാശിൻ്റെ അച്ഛനോട് കാണിക്കുന്ന ചെറിയ കുസൃതികൾ അനു ആസ്വദിച്ചിരുന്നു. പരസ്പരം സംസാരം വളരെ മിതമാണെങ്കിലും ഇരുവരും പരസ്പരം ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു മരുമകളെന്ന നിലയിൽ അവൾ അദ്ദേഹത്തെ പൊന്നുപോലെ നോക്കിയിരുന്നു. പതിവ് പോലെ കിടക്കാനാകുമ്പോഴാണ് അനു റൂമിലേക്ക് കയറുന്നത്. ഫോണിൽ സംസാരിച്ചിരിക്കുന്ന ആകാശിനെ കണ്ടതും അവനെയൊന്ന് നോക്കി അവൾ കിടന്നിരുന്നു. ഫോൺ വെച്ചുകൊണ്ട് അവനും കിടന്നു. ഉറങ്ങാതെ ഇരു ധ്രുവങ്ങളിലും തിരിഞ്ഞു കിടക്കുമ്പോൾ മനസ്സ് വാചാലമായിരുന്നു. അനു! ഇടയ്ക്കെപ്പോഴും മൗനത്തെ ഭേദിച്ചുകൊണ്ട് ആകാശ് വിളിച്ചു. ഇനിയെന്നും ഇതുപോലെ ഇരുവശങ്ങളിലും കിടന്നാൽ മതിയോ? എൻ്റെ പ്രണയം നിന്നിലേക്ക് പകുത്തു നൽകാൻ ഞാൻ വല്ലാതെ കൊതിക്കുന്നുണ്ട്. ആകാശിൻ്റെ തുറന്നു പറച്ചിൽ അവളുടെ കവിളിൽ നാണത്തിൻ്റെ ചുവപ്പ് കൊണ്ട് വന്നിരുന്നു. അവളെ തനിക്ക് നേരെ കിടത്തിക്കൊണ്ട് അവൻ പ്രണയത്തോടെ നോക്കി. ഒത്തിരി സ്നേഹത്തോടെ അവളുടെ നെറുകയിൽ മുത്തി. പതിയെ അവളുടെ ഓരോ അണുവിലും മുത്തിയ അവളെന്ന പെണ്ണിനെ അവൻ സ്വന്തമാക്കിയിരുന്നു. പതിവ് പോലെ തന്നെ നന്ദുവും അമ്മുവും വഴക്കിട്ടാണ് കോളേജിൽ പോകുന്നത്. ഇപ്പോൾ ഇവർ തമ്മിൽ പരസ്പരം എങ്ങനെ ഒത്തുപോകുമെന്നാണ് വീട്ടുകാരുടെ ചിന്ത. നീനു +1 ആണ്. നന്നായി പഠിക്കും. വിവേകിനെ വെറുതെ പോലും ഒരു നോട്ടം കൊണ്ട് പോലും അവൾ ബുദ്ധിമുട്ടിക്കാറില്ല. എങ്കിലും മനസ്സിൽ അവനു വേണ്ടി മാത്രമാണ് ആ പെണ്ണ് കാത്തിരിക്കുന്നത്. ഇവ നീ ഇറങ്ങിയില്ലേ? സജീവ് ധൃതി പിടിച്ചുകൊണ്ട് കതക് തുറന്ന് മുറിയിലേക്ക് കയറി. പെട്ടെന്ന് മാറിലേക്ക് തുണി വലിച്ചിട്ടുകൊണ്ട് അവൾ അവനെ കുറിപ്പിച്ചു നോക്കി. ഒരു നിമിഷം അവനും നിന്നുപോയി. ആ പെണ്ണിൻ്റെ ഉടലഴക് അവൻ്റെ കണ്ണുകളിൽ കുളിർമ എഴുകി. എന്താ? ഞാൻ ഇപ്പോൾ വരാം. സജീവേട്ടനൊന്ന് പുറത്ത് നിൽക്ക്. തന്നെ നോക്കി അവൾ പറയുന്നതൊന്നും ചെവി കൊള്ളാതെ അടുത്തേക്ക് വരുന്നവനെ കാണെ ഇവ മിഴിച്ചു നിന്നു. അവളുടെ നഗ്നമായ ഇടുപ്പിലൂടെ കൈകൾ ചുറ്റി അവളെ തന്നോട് ചേർത്തിരുന്നു അവൻ. അവളുടെ നെറുകയിൽ ചുംബിച്ച് നാസികയിലൂടെ ആ ഇളം ചുവന്ന അധരങ്ങൾ നുകർന്നു. വല്ലാത്ത അനുഭൂതിയോടെ അവളും മിഴികൾ ഇറുകെ അടച്ചു. അല്പം നീണ്ടു നീണ്ട ചുംബനം. ശ്വാസം വിളുങ്ങിയതും അവൾ അവനെ പിന്നിലേക്ക് തള്ളി. അവൻ്റെ മുഖത്ത് നോക്കാൻ കഴിയാതെ തല താഴ്ത്തി നിൽക്കുമ്പോൾ ഒരു കള്ളച്ചിരിയോടെ അവൻ പുറത്തേക്ക് നടന്നു. പെട്ടെന്ന് വേണം. അതുകൂടെ എന്നെ അകത്തേക്ക് വരുത്തിക്കരുത്. ചുണ്ടിൽ നിറച്ച ചിരിയോടെ അവളോട് വിളിച്ച് പറയുമ്പോൾ അവളും പെട്ടെന്ന് ഒരുങ്ങിയിറങ്ങിയിരുന്നു. അവർ രജിസ്റ്റർ ഓഫീസിന് മുന്നിൽ എത്തിയപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. ആകാശും അനുവും അച്ഛനും ഹിമയും വിവേകും സണ്ണിയും ജിൻസിയും പിന്നെ അനുവിൻ്റെയും ഇവയുടെയും ഫാമിലിയും. മഹി എവിടെ? സജീവ് അവരോട് തിരക്കി. മഹിയും അച്ചുവും അകത്തുണ്ട്. ഒപ്പിട്ടിട്ടുണ്ട്. അമ്മയുമുണ്ട്. പറഞ്ഞു കഴിഞ്ഞതും അവർ അകത്തു നിന്നും ഇറങ്ങി വന്നിരുന്നു. എല്ലാവരും എത്തിയില്ലേ? നമുക്കൊരു ഫോട്ടോ എടുത്താലോ? മഹി ചോദിച്ചതും എല്ലാവരും തലയണക്കി. എല്ലാവരും നിരന്നു നിൽക്കുമ്പോൾ തെളിച്ചമില്ലാത്ത മുഖത്തോടെ നിൽക്കുന്ന അച്ചുവിനെ മഹി ദേഷ്യത്തിൽ നോക്കി. മുഖം വെറുപ്പിക്കണ്ട. നിന്റെ അച്ഛൻ സമ്മതിച്ചിരുന്നേൽ ഈ പണി ചെയ്യേണ്ടി വരില്ലായിരുന്നു. മഹി പറഞ്ഞതും അവൾ മുഖം വെറുപ്പിച്ചു. എല്ലാവരും ഇവിടെ നോക്കിയൊന്ന് ചിരിച്ചേ. നിരന്നു നിൽക്കുന്നവരോടായി ക്യാമറാമാൻ പറഞ്ഞതും എല്ലാവരും നിറഞ്ഞു ചിരിച്ചു. അത്ര മനോഹരമായി ആ ചിത്രം അയാൾ പകർത്തിയെടുത്തു.